2.5 പതിറ്റാണ്ടിനപ്പുറം ലഭിച്ച കുഞ്ഞിക്കുടയും സർട്ടിഫിക്കറ്റുമായി മാജിക് അങ്കിളിനെ കാണുവാൻ വിദ്യയും കുടുംബവും എത്തിയപ്പോൾ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനും കാഴ്ചക്കാർക്കും ജാലവിദ്യ പോലെ അതൊരു വിസ്മയവും പിന്നീട് നിറഞ്ഞ സ്നേഹവുമായി മാറി. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് ഏജൻസിക്ക് കീഴിലുള്ള ഉദിനൂർ തടിയൻകോവൽ ALP സ്കൂൾ വാർഷികത്തിലാണ് സ്മൃതിപേടകം തുറന്ന സമ്മാനങ്ങളുമായി മക്കളോടൊപ്പം വിദ്യ വന്നത്. പല വ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ. മനസ്സിന് സംതൃപ്തിയേകുന്ന യഥാർത്ഥ ഷോപ്പിംഗ് അനുഭവത്തിനായി ഉടൻ സന്ദർശിക്കുക ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, വിദ്യാനഗർ റോഡ്, ഉളിയത്തടുക്ക. സ്കൂൾ വാർഷികത്തിന്റെ ഉദ്ഘാടകനായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനും കാണികൾക്കും ഒരുപോലെ വിസ്മയമായി മാറി വിദ്യയും കുടുംബവും വേദിയിലെത്തിയപ്പോൾ കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂൾ അധ്യാപിക വിദ്യയും കുടുംബവുമാണ് 27 വർഷം മുൻപ് സമ്മാനമായി ലഭിച്ച കുഞ്ഞിക്കുടയും സർട്ടിഫിക്കറ്റുമായി ഗോപിനാഥ് മുതുകാടിന് മുന്നിലെത്തിയത്. 2.5 പതിറ്റാണ്ട് മുൻപ് പയ്യന്നൂരിൽ മാജിക് അവതരിപ്പിക്കാനെത്തിയ മുതുകാട് സദസ്സിൽ നിന്ന് കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ 10 വയസ്സുകാരിയായ വിദ്യ വേദിയിലേക്ക് ചാടിക്കയറി. അന്നാണ് ഉപഹാരമായി കുഞ്ഞിക്കുടയും സർട്ടിഫിക്കറ്റും ലഭിച്ചത്. വീട്ടിലെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചതാണ് സമ്മാനം. സ്കൂൾ വാർഷികത്തിന് മുതുകാടെത്തുന്ന വിവരമറിഞ്ഞപ്പോൾ മുതുകാടിൽ നിന്നും പണ്ട് സമ്മാനമായി ലഭിച്ച നിധി പോലെ കാത്തുസൂക്ഷിച്ച കുഞ്ഞിക്കുടയും സർട്ടിഫിക്കറ്റുമായി വിദ്യയും ഭർത്താവ് വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ PP രാഗേഷ്, മക്കളായ റോഹൻ, ഇഷാൻ, നിയ എന്നിവരും എത്തിയിരുന്നു. മജീഷ്യൻ എന്ന നിലയിൽ എത്രയോ ഉപഹാരങ്ങളും അംഗീകാരങ്ങളും നേടിയ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി ഇതിനെ കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യയോടും കുടുംബത്തോടുമൊപ്പം ഫോട്ടോയെടുത്താണ് മുതുകാട് മടങ്ങിയത്. ഉദിനൂർ തടിയൻകോവൽ ALP സ്കൂൾ പ്രധാന അധ്യാപിക V ലളിത, അധ്യാപകൻ T അരുൺകുമാർ എന്നിവരുടെ യാത്രയയപ്പും വാർഷികാഘോഷവും മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. പടന്ന പഞ്ചായത്ത് മുൻ അംഗവും നടനുമായ PP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണവും ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു. കണ്ണൂർ ഹോളി മൗണ്ട് ഡയറക്ടർ ഫാദർ ഷിജോ അബ്രഹാം അനുഗ്രഹ ഭാഷണം നടത്തി. സിനിമാ സംവിധായകൻ വിവേക് രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വിജ്ഞാന പോഷിണി മെഗാ ക്യൂസ് മത്സര വിജയികൾക്ക് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, C സുബ്രഹ്മണ്യൻ, K ലക്ഷ്മണൻ, PTA പ്രസിഡന്റ് VM പ്രശാന്ത്, K മോഹനൻ, സംഘാടക സമിതി കൺവീനർ KV സരസ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തസന്ധ്യയോടെ 2 ദിവസം നീണ്ടുനിന്ന വാർഷികാഘോഷം സമാപിച്ചു. നേരത്തെ സ്കൂൾ അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർ സ്കൂളിന്റെ പാചകപ്പുരയിലേക്ക് നൽകുന്ന ഫർണിച്ചറുകളുടെയും സമർപ്പണവും നടന്നു. അമ്മയൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്യാപകരൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നേരെ പോയി ആത്മഹത്യ ചെയ്യുവാനും ഒളിച്ചോടുവാനുള്ള പ്രവണത എവിടെ നിന്നുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. തോറ്റു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് വിജയിക്കുവാനുള്ള ചവിട്ടുപടി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എഡ്മണ്ട് ഹിലാരി 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ ശ്രമിച്ചത്. അറിയാമോ നിങ്ങൾക്ക്? 17 തവണ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ നേരെ പോയി എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയതല്ല എഡ്മണ്ട് ഹിലാരി. 17 തവണ ശ്രമിച്ചു. 16ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു അദ്ദേഹത്തിന്. അന്ന് വരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലരിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിൽ ഹിലരി ചെന്നു, വേദിയിൽ നിന്നു, കർട്ടൻ ഉയർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ കാത്തുനിർത്തുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായിട്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ചിത്രം വരച്ചു വെച്ചത് അദ്ദേഹം കണ്ടു. ആ ചിത്രം കണ്ടതോടുകൂടി ആത്മവിശ്വാസം കണ്ണിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരികയാണ്. അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും. കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല, ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത്. ഇതാണ് കോൺഫിഡൻസ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.